ക്ഷമിക്കാനും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിരിക്കാനും സത്യം തുറന്ന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നല്ലതാണ്. തിരുത്തി കൊടുക്കണം തെറ്റ്. പിന്നെ അവിടെ നിർത്തിപ്പോരാ. പിന്നെ ഇങ്ങനെ കെട്ടിമറിഞ്ഞ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ മിണ്ടാണ്ടിരിക്കുക. കാര്യം പറഞ്ഞു കൊടുക്കുക. പിന്നെ അതുമ്പോൾ പലതും കെട്ടി വലിച്ച് കയറി വരും. അതൊന്നും നോക്കരുത്. അതിന് പിന്നാലെ പോവും ചെയ്യരുത്. അത് അറിയിച്ചു കൊടുക്കുക. പോരാ. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അസ്വാബിരീൻ, നിങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ നിങ്ങൾക്ക് ക്ഷമിക്കേണ്ടി വരും. നിങ്ങൾ ക്ഷമിക്കേണ്ടവരാണ്. അപ്പൊ ഒരു കാര്യം പറയാം. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വരുന്ന വലിയൊരു വിഷയം അതാണ്. ഞാൻ ഇന്നലെ അബുദാബിയിൽ നമ്മുടെ ഖുർആൻ ക്ലാസ് നടക്കുന്ന ദിവസമാണ് സാധാരണ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. സ്വന്തം വീട്ടിലെ മകൻ്റെ ഭാര്യ ഒരു ഉമ്മയ്ക്ക് മരുമോളാണ്, ഒരു ഉപ്പാക്ക് മരുമോളാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയാം. അവരെ മകളായിട്ട് കാണാൻ ഉമ്മക്ക് കഴിയണം. ഭർത്താവിൻ്റെ ഉമ്മയെ ഉമ്മയായിട്ട് കാണാൻ ഈ മരുമോൾക്കും കഴിയണം. വേണ്ടേ? ഇതില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ട. ദയവ് ചെയ്ത് മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും വേണ്ട. പൊന്നാരന്മാർ, നിങ്ങൾ ഈ പോക്കും പകയും ഈ അമ്മായിമ്മ പോരും കാട്ടാനാണ് തീരുമാനമെങ്കിൽ എന്തിനാ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണേ? ആ പെൺകുട്ടിൻ്റെ ജീവിതം എന്തിനാ നിങ്ങൾ കൊളാക്കണേ? ആ കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. നിങ്ങളുടെ മകൻ്റെ ഭാര്യ നിങ്ങൾക്ക് ശത്രുവാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണേ? ആ കല്യാണത്തിന് വളർച്ച ചോറ് കൊടുക്കണില്ല മനുഷ്യന്മാർക്ക് എന്തിന്? പിന്നെ ഫുള്ള് മരണം വരെ ശത്രുത കാണിച്ച് ജീവിക്കാനോ? ക്ഷമ എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്ന് മാത്രമല്ല, സ്വന്തം മരുമക്കളിൽ അവർക്ക് ദുരന്തം വരണം എന്ന് ആഗ്രഹിച്ച് സിഹർ വരെ ചെയ്തിട്ട് തളർത്തിക്കളയുന്ന അമ്മായിമാരുണ്ട് എന്ന് കേട്ട ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാ പടച്ചോനെ ഇവർ സ്വന്തം ആൺകുട്ടിക്ക് എന്തിനാ പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്? അവൾ അങ്ങനെ പൊന്തണ്ട, അവൾക്ക് അങ്ങനെ വീട് പണിയൊന്നും നടക്കണ്ട, അവൾക്ക് ഞാൻ 3 കഫംപൊടി റെഡിയാക്കി വെച്ചത് എന്ന് പറഞ്ഞിട്ട് പച്ച സിഹർ ചെയ്യുക, മാരണം ചെയ്യുക, ശൈത്താനിയത്തിൻ്റെ പണി ചെയ്യുക. എന്തൊരു കാലം റബ്ബേ. അസ്വാബിരീൻ, കുടുംബ വിഷയങ്ങളിൽ ഭയങ്കരമായ ക്ഷമ വേണ്ട വിഷയമാണ്. ഭയങ്കര ക്ഷമ വേണ്ടി വരും. ഒരു പെണ്ണ് ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് വന്ന നമ്മുടെ ഭാര്യ, അവരുടെ വീട്ടുകാര് ഒന്നിനും കൊള്ളാത്തവരാണ്. ഒരു താഴെ നമ്മൾ ആണുങ്ങളുടെ ആൾക്കാരെ മീതെ. ഇങ്ങനെ ഉണ്ടോ? ആരുണ്ടാക്കിയതാ? അവർ പെണ്ണായതും നിങ്ങൾ ആണായതും നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ? അള്ളാഹു തന്നതല്ലേ. ഇപ്പൊ ഭാര്യന്റെ വീട്ടുകാർ എപ്പോഴും ചവിട്ടിത്താഴ്ത്തി ഇങ്ങനെ പറയാ. നിങ്ങളുടെ വീട്ടുകാരങ്ങനെ പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്കും അവരുടെ വീട്ടുകാരെ താഴ്ത്തിക്കെട്ടി പറയുന്നത് ഇഷ്ടപ്പെടൂല. അവനെന്തിനാ പറയണത്? അസ്വാബിരീൻ, ക്ഷമിക്കണേ, മാപ്പ് ചെയ്തു കൊടുക്കണമേ, വിട്ടുവീഴ്ച ചെയ്യണേ. ഖുർആൻ പറയാൻ നമ്മളെന്താ ചെയ്യാ? കാണിച്ചു കൊടുക്ക. എന്നാ പിന്നെ കാണിച്ചു കൊടുക്ക എന്താ നമ്മൾ പറയാ? അസ്വാബിരീൻ, ക്ഷമിക്കണമേ, മാപ്പ് ചെയ്തു കൊടുക്കിൻ, അത് സാരല്ല എന്ന് പറയിൻ. ഇത് പറയാനൊന്നും ആളില്ല. കത്തിക്കാൻ ആളുകൾ ഇഷ്ടം പോലെയാണ്. കത്തിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ കിടക്കുന്ന കാലമാണ്. വസ്വാദിഖീൻ, സത്യം പറയുന്ന ആളുകൾക്കാണ് സ്വർഗം. വൽഖാനിതീൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗം. വൽമുൻഫിഖീൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ആളുകൾ. വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സുബ്ഹിന്റെ മുമ്പുള്ള നേരം, ആ നേരത്തെ ഇസ്തിഗ്ഫാർ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ നല്ല റാഹത്താണ് കേട്ടോ. പള്ളികളിലൊക്കെ ഇഷ്ടം പോലെ ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. പഴയ പോലെ ഒന്നുമല്ല, അൽഹംദുലില്ലാ. എന്നാലും ഈ സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് ബൈക്ക് എടുത്ത് എവിടെയെങ്കിലും റോഡ് സൈഡിൽ ഇങ്ങനെ കമ്പനി കൂടിയിരുന്ന് അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പിശാച്ച് വരും. അവിടെ ഇരുന്നിട്ട് സ്വലാത്തില്ലല്ലോ എന്ന് ഉറപ്പാ. എന്തെങ്കിലും അലമ്പിനായി കൂടുന്നത് ഈ ഒരു പോലീസുകാർക്കും വെറുതെ പണി, നാട്ടുകാർക്കും പണി. ഈ കുട്ടികൾക്കൊന്നും വീടൊന്നും ഇല്ലേ? നമ്മൾ അത്ഭുതപ്പെടും. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കറങ്ങി. അപ്പോൾ വലിയ ഡിഗ്രിയുള്ള ആൾക്കാരൊക്കെ MD പല സംഭവങ്ങളുടെ വലിയ അപ്പോൾ ഇങ്ങനെ മാസ്റ്റേഴ്സ് എടുത്ത് നടക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലുള്ളൂ. വല്ലാത്ത പേടിയാണ്. MDMൻ്റെ ആൾക്കാരാണോ? ഇവരെന്താ ചെയ്യുന്നത്? ഒരു പണിയില്ലാണ്ട് വെറുതെ ആ നേരത്ത് പോയി കിടന്നുറങ്ങിക്കൂടെ? എന്നിട്ടാ സുബഹി വാങ്ങി കൊടുക്കാൻ നേരത്ത് പോയി കിടന്നുറങ്ങും. ടർഫിലൊക്കെ കളിക്കാൻ പോകുന്ന കുട്ടികളല്ലേ, നിങ്ങൾ രാത്രി കളിക്കണ്ട അങ്ങനെയൊന്നും പറയാൻ നിയമമില്ല. പക്ഷേ സുബഹി കളാക്കരുത്, ശരീരം നശിപ്പിക്കുകയും ചെയ്യരുത്. സുബഹി വരെ കളിക്കും, 3-3:30 വരെ. എന്നിട്ട് വെള്ളം നിറച്ച് പൊറാട്ടയും ബീഫും പോയി കഴിക്കുകയും ചെയ്യും. എന്നിട്ട് പോയി കിടന്നുറങ്ങും സുബഹിൻ്റെ മുമ്പ്. എന്ത് കാര്യം? ആ കളിച്ചതിൻ്റെ ആരോഗ്യം പോയി. ഈ ഭക്ഷണം ഇക്കണക്കിന്
വളരെ അനാരോഗ്യപരമായ ഭക്ഷണം കഴിച്ച് ആ നേരത്ത് അല്ലേ, ലഘുവായി കഴിക്കേണ്ട നേരാണത്. ശരീരം ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്തിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഈ പൊറാട്ടയും ബീഫൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യുക, വേമ്പൊക്കെട്ട് പോയി കിടന്നുറങ്ങാം. സുബഹി കിട്ടിയോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. ആരോഗ്യമുണ്ടോ? അതുമില്ല. വെറുതെ സമയം നഷ്ടപ്പെടും. ഇവരെ പകലെന്തിനേലും കിട്ടുമോ? അതുമില്ല. ഇങ്ങനെയൊന്നും ആവല്ലേ. മുസ്തഗ്ഫിരീന ഫിൽ അസ്ഹാർ, മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. സുബ്ഹിന്റെ മുമ്പ് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയണം. ഉറക്ക് നിങ്ങൾക്ക് ഉണ്ട്, അത് ഫിത്രത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉറക്കുണ്ടായിരിക്കാം, ജീവിത ശരീരത്തിന്റെ പ്രകൃതമാണ്. പക്ഷേ ആ ഫിത്രത്തിനെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ മൗൾഡ് ചെയ്യുക. ഒന്ന് എണീക്കാം, സുബ്ഹിന്റെ മുമ്പ് എണീക്കാം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. വളരെ മനോഹരമായ ആയത്തുകളാണ് സൂറത്ത് ആൽ ഇംറാൻ. ഇരിക്കട്ടെ. അപ്പൊ അല്ലാഹു തആല ഇതൊക്കെ പറഞ്ഞിട്ട് പറയണത് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, ഇതൊക്കെ ഐഹികമായ ജീവിതത്തിന്റെ ആർഭാടങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റേത് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്നത് ഇതൊന്നുമല്ല. അതാണ് നിങ്ങൾ ഒരുക്കി വെക്കേണ്ടത്. ജീവിതം നമുക്കിഷ്ടമാണ്. ആ ജീവിതം അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് സമർപ്പിച്ച സ്വഹാബികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? താബിഴുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ധീര യോദ്ധാക്കളായ നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ കഴിഞ്ഞു പോയവർ, അതിന്റെ മുമ്പും ശേഷവും കഴിഞ്ഞു പോയവർ, ധീരമായി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടവർ, അവരുടെ ജീവനുകൾ അവർക്ക് ജീവിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടാണോ? അല്ല, അവർക്ക് കൊതിയുണ്ട്. പക്ഷേ നന്മയ്ക്ക് വേണ്ടി ആ ജീവൻ സമർപ്പിക്കാൻ അവർക്ക് മടിയുണ്ടായില്ല. തുർമാഹ് ഇബ്നു ഹക്കീം അദ്ദേഹത്തിന് മരിക്കാൻ ആഗ്രഹം എങ്ങനെയാണ് എന്ന് പറയാണ്. നമുക്കൊക്കെ മരിക്കണമെങ്കിൽ സമാധാനത്തിൽ വീട്ടിൽ കുട്ടികളെ മക്കളൊക്കെ ഒപ്പം ഇരുത്തിയിട്ട് വെള്ളം കുടിച്ച് സംസം കുടിച്ച് റാഹത്തിൽ മരിക്കണം, പരിസരത്തൊക്കെ എല്ലാവരും വേണം, അത് നല്ലൊരു യാത്രയപ്പ് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാം. പക്ഷേ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവൻ കൊടുക്കാൻ എനിക്ക് കൊതിയാവുന്നുവെന്ന് പറഞ്ഞ തുർമാഹ് ഇബ്നു ഹക്കീം റഹിമഹുല്ലാഹ്. ഫയാ റബ്ബി ഇൻ ഹാനത് വഫാതി ഫലാ തകുൻ അലാ ശർജഇൻ യുഅലാ ബിഖുദ്രിൽ മതാരിഫി ولكن أحن يومي سعيدا بعصبة يصابون في فج من الأرض خائف عصائب من شيبان ألف بينهم تقى الله نزالون عند التزاحف إذا فارقوا دنياهم فارقوا الأذى وصاروا إلى موعود ما في المصاحف. പടച്ചവനെ, നിനക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന സുമനസ്സുകളായ തഖ്വയുള്ള ഒരു മനുഷ്യരുടെ ആൾക്കൂട്ടത്തിലായിട്ട് നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട് അടിപതറാതെ ജീവത്യാഗം ചെയ്ത് മരിക്കാൻ ആഗ്രഹമുണ്ട് റബ്ബേ എന്ന് തുർമാഹ് ഇബ്നു ഹക്കീം എന്നവർ പറയുന്നത്. ഇദാ ഫാറഖൂ ദുനിയാഹും ഫാറഖുൽ അദാ. ദുനിയാവെന്ന് പോയാൽ പിന്നെ പ്രയാസം തീർന്നില്ലേ? പിന്നെ ആരും ഇവിടെ മേക്കറ്റിട്ട് കയറാൻ വരില്ല. മരിച്ചവരെ പറ്റി ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതലുണ്ടോ? ഉണ്ട്, എനിക്കറിയില്ല, ഞാൻ വായിക്കാത്തൊരു കിതാബാണത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂലേ? ആ പോട്ടെ, മരിച്ചില്ലേ. ഫാറഖുൽ അദാ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലെ ടെൻഷനൊക്കെ തീർന്നില്ലേ. വസാറു ഇലാ മൗഊദി മാ ഫിൽ മസാഹിഫി. പിന്നെന്താ കിട്ടണത്? മുസ്ഹഫിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളാണ്. അങ്ങനെ മരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് മഹാനായ തുർമാഹ് ഇബ്നു ഹക്കീം റഹിമഹുല്ലാഹ്. യാ അല്ലാഹ്, മുഅ്തയിലെ വല്ലാത്തൊരനുഭവമാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റേത്. മുഅ്ത എന്ന് പറയുന്നത് ഇന്നത്തെ ജോർഡാനിലാണ്. അമ്മാനിൽ നിന്നൊരു 200 കിലോമീറ്റർ. ഖറഖ് എന്ന് പറയും. അവിടെ ജാമിഅത്ത് മുഅ്തയുണ്ട്, മുഅ്ത യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് മുഅ്ത ശുഹദാക്കളുടെ രണാങ്കണം നിലനിൽക്കുന്നത്. അവിടെ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും, സിയാറത്ത് ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിൻ്റെ മീതെ
സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, കുറച്ചൊരു 100-150 മീറ്റർ അപ്പുറത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. 2 കൂട്ടുകാര് ഷഹീദാകാണ്. ആദ്യം ഷഹീദായത് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവാണ്. അത് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ പതാക പിടിച്ചു മുഅ്തയിൽ ആര്? നബി തങ്ങളുടെ കസിൻ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഷഹീദാവാണ്. 2 കൈകളും മുറിക്കപ്പെട്ട് ഷഹീദാവുകയാണ്. യാ റബ്ബ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒന്ന് ശങ്കിച്ചു നിന്നു നമ്മൾ പറയല്ല, സ്വഹാബികൾ അങ്ങനെ ചെയ്യൂല. പക്ഷേ ശത്രുക്കൾ 1,00,000-ഓളം വരുന്ന ശത്രുക്കളാണ്. 3000 സ്വഹാബിമാർ അവിടെ ഉള്ളത്. പടച്ചോനെ, ഞാനിത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും റബ്ബേ? അപ്പോഴേക്കും മഹാനവറുടെ നാവുകളിൽ കവിത വരികയാണ്. ആ കവിതയിൽ മഹാൻ ചൊല്ലുകയാണ്, എന്റെ ശരീരമേ ലതൻസീലന്ന, നീ യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ. ഔ ലതുജ്ബറന്ന, നിന്നെ ഞാൻ നിർബന്ധിപ്പിക്കും ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ. മരണം ഒരിക്കലല്ലേ ഉള്ളൂ, ആ മരണത്തെ നീ ധീരമായി നേരിടണം എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ കവിയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെപ്പോലെ യുദ്ധത്തിലേക്ക് ഇറങ്ങാനുണ്ടായത്. ആ മഖാമിലൊരു സുഗന്ധമുണ്ട്, ഇപ്പോഴും ചെന്നാൽ അനുഭവിക്കാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ നബി തങ്ങൾ പറയും, 3 പേരെയും ഞാൻ സ്വർഗത്തിൽ കണ്ടു. അതിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം ഒരൽപ്പം താഴെയാണ്. ഇസ്വിറാറ, സ്വർഗത്തിലെത്തി ശുഹദാക്കള്. പക്ഷേ അപ്പൊ അവർ ചോദിച്ചു, നബിയെ എന്തേ അങ്ങനെ? 3 പേരും മുഅ്തയുടെ നേതാക്കന്മാരല്ലേ, അവർ 3 പേരും ശുഹദാക്കളല്ലേ, എന്തേ ഒരാൾക്ക് സ്ഥാനം കുറഞ്ഞു പോയത്? പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഒരൽപ്പനേരം പടച്ചോനെ ഞാൻ മരിക്കാണോ എന്നൊരു ശങ്ക മഹാന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ലേ, അവിടെ കുറച്ച് മാർക്ക് പോയതാണ്. സുബ്ഹാന ജല്ല ജലാൽ. നമുക്കൊക്കെ ഇനി എന്ത് മാർക്ക് ഉണ്ടാവുക എന്നാ ഞാൻ ആലോചിച്ച് നോക്കുക. റബ്ബേ, അള്ളാഹ്ക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗം ചെയ്ത് ശുഹദാക്കളായി പോയവരിൽ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ പടച്ചോന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കണോ എന്ന് മടിക്കല്ല. പക്ഷെ അതൊരു ആത്മഹത്യാപരമാകുമോ? 1,00,000 ആൾക്കാരുണ്ടല്ലോ, ഇവരായിട്ട് യുദ്ധം ചെയ്യാണോ നല്ലത്, അല്ല സുൽഹായിട്ട് പിരിഞ്ഞു പോരാണോ ചെയ്യാൻ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിന്നെ പിന്മാറുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മുഅ്തയിൽ വലിയൊരു നഷ്ടം സംഭവിക്കാതെ സുരക്ഷിതനായത്. ആ ഒരൊറ്റ ചിന്തയിൽ മഹാനവറുകൾക്ക് അള്ളാഹു കൊടുത്ത മാർക്കിൽ ഒരൽപ്പം കുറവ് വന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവരൊക്കെ ധീരമായിട്ട് അള്ളാഹുവിലേക്ക് ഇറങ്ങാണ്. ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله ورضوان من الله. അള്ളാഹു നൽകുന്ന തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും നാളെ സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്നു. റിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. സമ്പത്ത് അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിന് ഇഷ്ടമാക്കിയൊരു സംഗതിയാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടത്തിൽ നിന്ന് അള്ളാഹുവിന് കൊടുക്കണമേ, ഇൻഫാഖ് ചെയ്യണം, ദാനം ചെയ്യണം. എൻ്റേത്, എൻ്റെ പൈസ, എൻ്റെ കാശ് എന്ന് മനുഷ്യന് തോന്നാം. കുട്ടികൾക്ക് പോലും കാശിനോട് ഇഷ്ടമായിരിക്കും. ഇത് മനുഷ്യ പ്രകൃതത്തിലുള്ളതാണ്. ആ പ്രകൃതത്തെ അല്ലാഹു തസ്കീത് ചെയ്തുകൊണ്ടാ പറയുന്നത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ നന്മയായ നന്മകൾ നിങ്ങൾക്ക് കിട്ടുകയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടത് കൊടുക്കണം, ഇഷ്ടപ്പെട്ടത് കൊടുക്കണം, ഇഷ്ടപ്പെട്ടത് കൊടുക്കണം.